ജിസേൽ പുറത്തായതിനു ശേഷം ഷാനവാസ് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇത് കുറച്ച് കടന്നുപോയോ മോശമായി പോയോ എന്നുള്ളതാണ് സംശയം. ഷാനവാസ് പറയുന്ന കാര്യം ഇതാണ്: ജിസേൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു. ജിസേൽ ടോപ്പ് 5 ഉറപ്പിച്ചൊരു മത്സരാർത്ഥിയായിരുന്നു. എവിക്റ്റായി പോവില്ല എന്ന് ജിസേലിന് തന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ സമയത്തൊക്കെ. അപ്പോൾ ജിസേൽ പുറത്താകുമ്പോൾ നമ്മൾ ഞെട്ടിയിരിക്കുകയാണ്. മാത്രമല്ല, ഓരോ എവിക്ഷനും നമ്മൾ വലിയ പ്രഷറോട് കൂടിയാണ് ആ എവിക്ഷൻ പ്രക്രിയ കടന്ന് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഷാനവാസ് ആ പറഞ്ഞ കൂട്ടത്തിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ മോശമായി പോയോ എന്ന് പറഞ്ഞൊരു കാര്യം ഷാനവാസ് പറയുന്നുണ്ട്: ലക്ഷ്മിയും സാബുമേനൊക്കെ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അവരെന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു പണി അവരിവിടെ എടുക്കുന്നുണ്ടോ? അവരൊക്കെ ഇവിടെ നമ്മൾ വെച്ച് നിർത്തേണ്ട ആവശ്യമുണ്ടോ? അവരൊന്ന് ഇനി യാതൊരു സ്പേസ് അവർക്ക് കൊടുക്കരുത്. അവരൊന്ന് നമ്മൾ അടുപ്പിക്കുകയോ ചെയ്യരുത്. അവരെന്തെങ്കിലും കാര്യത്തിന് നമ്മളടുത്തേക്ക് വന്നാൽ തന്നെ നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോണം. അവരെ മാറ്റി നിർത്തണം. അവരെ ഏത് വിധേനയും പുറത്താക്കുന്ന രീതിയിലേക്ക് ആക്കണം. ഈ ഒരു കാര്യത്തോട് എനിക്കത്ര യോജിപ്പില്ല. കാരണം ഒരു ഗെയിമാണ്. അവരുടേതായ സ്പേസിൽ നിന്നോട്ടെ, ഇവരുടേതായ സ്പേസിൽ നിന്നോട്ടെ. അല്ലാണ്ട് മാറ്റി നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് മാറ്റി നിർത്തുന്ന ആൾ തന്നെ പ്രേക്ഷകർക്കിടയിൽ ഒറ്റപ്പെട്ടു പോകും, പുറത്ത് പോകേണ്ട ഒരു കാര്യം വരും. ഷാനവാസ് ഈ പറഞ്ഞ കാര്യം മോശമായി പോയോ മണ്ടത്തരമായി പോയോ? എന്തായാലും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ പുറത്താകുമ്പോൾ സ്വാഭാവികമായിട്ടും പറഞ്ഞതും ആവാം. എന്തായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക.